ആയത്തുൽ കുർസി ഓതിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ സ്നേഹം നേടിയെടുക്കാൻ പറ്റും. ഒരു എളുപ്പ മാർഗമുണ്ട്, നമുക്കൊന്ന് പഠിച്ചു വെച്ചാലോ. പലരും പരാതി പറയാറില്ലേ, ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെ ഭാര്യ തന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ തിരിച്ചെന്നോട് ആ സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെ പലരും പരിഭവം പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. എന്നാൽ അവർക്കൊക്കെ ഉള്ളൊരു പരിഹാര മാർഗമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ അറിയുന്ന വളരെ പവർഫുള്ളായ ഒരു ദുആ കൊണ്ട്, അല്ലെങ്കിൽ പവർഫുള്ളായ ഒരു ആയത്ത് കൊണ്ട് നമുക്ക് അവരുടെ മഹബ്ബത്ത്, സ്നേഹം നേടിയെടുക്കാൻ കഴിയും. വളരെ എളുപ്പത്തിൽ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണെന്ന് കേട്ടു നോക്കാം. എത്ര വലിയ ശത്രുക്കളാണെങ്കിലും ശരി, ഈ ആയത്ത് ഓതിയിട്ട് അവരുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവരുടെ ശത്രുത മുഴുവൻ മാറിയിട്ട് നിങ്ങളോട് മഹബ്ബത്തുള്ളവരായി മാറും, നിങ്ങളോട് സ്നേഹബന്ധത്തിലായിത്തീരും. നിങ്ങളോട് അവരുടെ എല്ലാ പിണക്കങ്ങളും മാറി സന്തോഷവും സമാധാനവും സ്വസ്ഥതയും കൈവരുന്ന രൂപത്തിൽ പരസ്പരം ഐക്യമുണ്ടാവും. അത്തരത്തിൽ പവർഫുൾ ആയത്താണ് ഈ പരിശുദ്ധ ഖുർആനിലെ അത്ഭുത ആയത്ത്. ഈ ഒരു ചെറിയ ആയത്ത് വെറും 41 തവണ ഓതിയാൽ തന്നെ അയാളുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ആയത്തിന്റെ ശ്രേഷ്ഠത എത്രയായിരിക്കും എന്ന് നമുക്കൊന്ന് വിശദമായി കേട്ടു നോക്കാം. ഈ ഒരു ആയത്ത് നമുക്കൊക്കെ അറിയുന്നതാണല്ലോ, ആയത്തുൽ കുർസി നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇതിന്റെ ഇന്ന ശ്രേഷ്ഠതകൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് അപ്രകാരം ഓതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒട്ടനവധി പ്രയാസങ്ങൾക്കുള്ള പരിഹാരം ഈ ഒരു ചെറിയ ആയത്തിലുണ്ട്. കേട്ടു നോക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അൽ-അദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരിൽ, സഹോദരിമാരിൽ പലരും സങ്കടം പറഞ്ഞൊരു വിഷമമാണ് ഭർത്താവിൻ്റെ സ്നേഹമില്ലായ്മ. ഇല്ലേ, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, അല്ലെ ഭർത്താവ് തന്നോട് അകൽച്ച കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട്, ഉസ്താദെ ഭർത്താവ് തൊലാക്ക് ചെല്ലുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് വലിയ സങ്കടം പറഞ്ഞു. അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെ കൽബിൽ ആ ഒരു വിഷമങ്ങളൊക്കെ തീർത്ത് പരസ്പര സ്നേഹം നിലനിർത്തി കൊടുക്കണേ അള്ളാഹ്. ഇങ്ങനെ ഒട്ടനവധി പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലേ. നല്ലൊരു പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ അറിയുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പരിഹാരം. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേട്ടു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളി നൽകിയ വലിയൊരു അത്ഭുതമാണല്ലോ ഖുർആൻ. ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങൾക്കും വലിയ ശ്രേഷ്ഠതയുണ്ട്. ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങൾക്കും വലിയ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ഖുർആന്റെ ആയത്തുകൾക്ക് അതിലേറെ മഹത്വമുണ്ട്. ഖുർആന്റെ സൂറത്തുകൾക്ക് അതിനേക്കാൾ മഹത്വമുണ്ട്. ഖുർആന്റെ ജുസ്ഉകൾക്കും അതുപോലെ ഖുർആൻ മുഴുവനും നോക്കിയാൽ വലിയ പവർഫുള്ളായ ഒരു മാന്ത്രിക ശക്തിയുള്ള ഒരു ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഇതിനെ ഉപയോഗപ്പെടുത്താൻ, ഇതിനെ മാക്സിമം യൂസ് ചെയ്യാനുള്ള ഒരു എന്ത് ചെയ്യുക, താല്പര്യം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനോടുള്ളൊരു മഹബത്തും സ്നേഹവും അതിനോടുള്ളൊരു ത്വരയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഈ വിശുദ്ധ ഖുർആൻ മതി. വിശുദ്ധ ഖുർആനിലെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ആയത്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ശ്രേഷ്ഠതകൾ കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും മഹത്വങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ, നമുക്ക് മറ്റുള്ളവരുടെ മഹബത്ത് ലഭിക്കാൻ, ശത്രുത നീങ്ങിക്കിട്ടാൻ, രോഗം ശിഫയാകാൻ, അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയിട്ട് ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ തിരിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്താൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കാൻ ഈ ഒരു ആയത്ത് കൊണ്ട് പറ്റുമെന്ന് മഹാന്മാർ എണ്ണി വിശദീകരിക്കുന്നുണ്ട്. ഓരോന്നിങ്ങനെ അക്കം വിട്ട് എണ്ണി പറയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വായിച്ചു നോക്കിയ സുബ്ഹാന ജല്ല ജലാലു, ഒരായത്തിന് ഇത്ര പവർ അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു എന്തോരം നേട്ടമായിരിക്കും കൊടുക്കുക, അല്ലേ? ഖുർആൻ ഒരുപാട് ഓതാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിലെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. നമുക്കറിയാം, സൂറത്തുൽ ബഖറയിലെ 3-ാമത്തെ ജുസ് തുടങ്ങുന്നതിന്റെ തുടക്കത്തിൽ കാണാം, തിൽക റുസുലു എന്ന ആ ജുസ് തുടങ്ങുന്നതിന്റെ തുടക്ക പേജ്, ഫസ്റ്റ് പേജിൽ തന്നെ കാണാം ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. صدق الله.
ഇല്ലേ? നമുക്കൊക്കെ അറിയുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി. നമ്മളൊക്കെ നിരന്തരം പാരായണം ചെയ്യുന്ന ആളുകളാണ്. നിസ്കാരശേഷം ഓതുന്ന ആളുകളുണ്ട്, എല്ലാ നിസ്കാരശേഷവും. ബാങ്ക് കൊടുത്തതിന് ശേഷം ഓതുന്ന ആളുകളുണ്ട്, ഉറക്കത്തിലേക്ക് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഓതുന്നവരുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി സമയങ്ങളിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. നിരന്തരം പതിവാക്കണം. നിസ്കാരശേഷം പതിവായി ഓതുന്നവരാണ് എങ്കിൽ, ഫർദ് നിസ്കാരശേഷം എല്ലാ നിസ്കാരശേഷം ഓതുകയാണെങ്കിൽ അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം, തടസ്സം, അത് മരണം മാത്രമാണ്. അതായത് ഞാൻ നിരന്തരം ആയത്തുൽ കുർസി എല്ലാ നിസ്കാരശേഷം ഓതുന്ന ആളാണ് എങ്കിൽ ഞാൻ മരിച്ചാൽ ഉടനെ സ്വർഗത്തിലേക്ക് എത്തുന്നതാണ് എന്ന്. വേറൊരു മറയും തടസ്സവും സ്വർഗത്തിലെത്താൻ എൻ്റെ ഇടയിൽ ഉണ്ടാവൂല എന്ന്. മനസ്സിലായില്ലേ? അത്ര പവറുണ്ട്. അതുപോലെ തന്നെ ബാങ്കിന് ശേഷം ആയത്തുൽ കുർസി ഓതൽ, അതുപോലെ കിടക്കാൻ നേരത്തെ ആയത്തുൽ കുർസി ഓതൽ. ആയത്തുൽ കുർസി ഓതിയിട്ട് ഒരാൾ കിടന്നുറങ്ങി, ആ ഉറക്കത്തിൽ അയാൾ മരണപ്പെട്ടു പോയി, ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി കൂലി ലഭിക്കുന്ന ഒരു ആയത്ത് കൂടിയാണല്ലോ ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം പറയാം, നമ്മുടെ ഒരു ആവശ്യം, ഒരു ഹാജത്ത് നിറവേറി കിട്ടാൻ ആയത്തുൽ കുർസി എങ്ങനെ ഉപയോഗിക്കാം? നമ്മുടെ ഒരു ആവശ്യം, ഖൽബിലൊരു മുറാദുണ്ട്, എന്തു ആയിക്കൊള്ളട്ടെ, എന്ത് മുറാദും ആയിക്കൊള്ളട്ടെ, നമ്മുടെ കൽബിലെ ആ ഉദ്ദേശം നമുക്ക് പൂർത്തീകരിച്ച് കിട്ടണം. നമുക്ക് ആകെ അറിയുന്ന ആയത്തുൽ കുർസി മാത്രമാണ്. ഓക്കെ, ആ ആയത്തുൽ കുർസി കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ആവശ്യം നിറവേറി കിട്ടുക? മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആയത്തുൽ കുർസി, മൻ ഖറഅ ആയത്തുൽ കുർസി വാഹിദത്തും വ അർബഈന മറ, ആരെങ്കിലും ഒരാൾ 41 തവണ, എത്ര തവണ? 41 തവണ ആയത്തുൽ കുർസി ഓതി. എപ്പോഴാണ് ഓതേണ്ടത്? ഇൻദൽ ഗുറൂബി, അസ്തമയ സമയത്ത്. അതായത് നമ്മൾ മഗ്രിബിനോട് അടുത്ത സമയം ഉണ്ടല്ലോ, അസ്തമിക്കുന്ന ആ സമയം. അതായത് അസർ കഴിഞ്ഞിട്ട് നമ്മൾ മഗ്രിബിന് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരത്തെ എന്ത് ചെയ്യുക, തയ്യാറാകുക. 41 തവണ ഓതാൻ വലിയ സമയമൊന്നും വേണ്ട. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഓതി തീർക്കാൻ കഴിയും. അപ്പോൾ ഒരു എന്ത് ചെയ്യുക, നമ്മൾ എന്തായാലും മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി വുദൂ ചെയ്യും. അപ്പോൾ ഒരു അല്പം നേരത്തെ വുദൂ ചെയ്ത്, ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ കുറച്ച് നേരത്തെ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സമയം കിട്ടും, ഇല്ലേ? അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അവർ കുറച്ച് നേരത്തെ പണികളൊക്കെ ഒതുക്കിയിട്ട് അസറാകുമ്പോഴത്തേക്ക് പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് വുദൂ ചെയ്ത് വൃത്തിയായ നമ്മുടെ നിസ്കാര കുപ്പായൊക്കെ ധരിച്ച് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു 41 തവണ എന്ത് ചെയ്തു, മഗ്രിബ് ആവുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ആയത്തുൽ കുർസി പാരായണം ചെയ്തു. ഒരു ആവശ്യം അയാളുടെ മനസ്സിൽ കരുതി. എന്നാൽ ഖുദിയത് ഹാജത്തുഹു, ആ വ്യക്തിയുടെ ആവശ്യം എന്താണോ അവർ ചോദിച്ചത്, ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന്. അത് നടന്നു എന്നാണ് പറഞ്ഞത്, അതങ്ങ് വീട്ടിൽ നിന്ന്. അതായത് ആ ആവശ്യം പിന്നെ ആവശ്യമായി തുടരൂല, അത് അള്ളാഹു പരിഹരിച്ചു നൽകും. നോക്കൂ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അസ്തമയ സമയത്ത് 41 തവണ ആയത്തുൽ കുർസി ഓതിയിട്ട് ആ ആവശ്യം റബ്ബിനോട് പറഞ്ഞാൽ മതിയെന്ന്. അത്ര പവറുണ്ട് ആയത്തുൽ കുർസിക്ക്. ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുള്ളവര്, കൽബിൽ മുറാദുകൾ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗ, അല്ലേ? നമുക്ക് വലിയ ചെലവൊന്നുമില്ല, നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ല, നമുക്ക് കൂലി ലഭിക്കും. ഈ ആയത്താണ്, ഖുർആന്റെ ആയത്തു കൂടാണ്. അപ്പോൾ ഓരോ അക്ഷരത്തിനും പ്രതിഫലം ലഭിക്കും. ഇനി മറ്റൊരു കാര്യം പറഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ സ്നേഹം തിരിച്ചു കിട്ടണം. നമ്മൾ ഇഷ്ടപ്പെടണം എന്ന് കരുതുന്നവരുടെ മഹബത്ത് നമുക്ക് തിരിച്ചു കിട്ടണം. ഈ മഹബത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പലരും സങ്കടം പറയുന്ന ഒരു വിഷയമാണ്, സാർ ഞാൻ അങ്ങോട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ തിരിച്ചത് കിട്ടുന്നില്ല. ഭാര്യമാർ പറയാറുണ്ട്, സാറേ ഭർത്താവിനോട് അധികം സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അയാൾ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുന്നില്ല, നമ്മളോട് വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഒരു പരിഗണനയില്ല എന്ന് ചില ഭർത്താക്കന്മാരും തിരിച്ചു പറയാറുണ്ട്. നമ്മൾ അങ്ങോട്ട് എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഇങ്ങോട്ടൊരു നല്ല റെസ്പോണ്ട് ഇല്ല, ഇങ്ങോട്ടൊരു നല്ലൊരു വാക്കില്ല, ഇങ്ങോട്ടൊരു ഒരു കരുണയുടെ അല്ലെങ്കിൽ ഒരു നന്ദിയുടെ വാക്ക് എന്ത് ചെയ്യില്ല, ഒരു സ്നേഹമില്ലായ്മ ഇങ്ങോട്ട് തിരിച്ച് പരിഗണിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഭാര്യമാരും ഉണ്ട്, ഭർത്താക്കന്മാരും ഉണ്ട്. അപ്പൊ ഇവരുടെ ഇടയിൽ ഇവർ എന്ത് ചെയ്യുക, ഈ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സങ്കടമാണ് ഏറ്റവും വലിയൊരു വിഷമമാണല്ലോ. ഈ വിഷമം മാറിയിട്ട് ഇവരുടെ ഉള്ളിൽ പരസ്പര സ്നേഹം ഉണ്ടാകാൻ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാകാൻ, ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ ചെയ്യുക അതേപോലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലേ? നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുടുംബം റാഹത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ മാർഗങ്ങളാണ് ചെയ്യാൻ പറ്റുക, അതൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു എളുപ്പ മാർഗം കൂടി ഞാൻ പറഞ്ഞുതരാം ആ കൂട്ടത്തിൽ. ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു മാർഗം കൂടി ചെയ്തു കഴിഞ്ഞാൽ മഹബത്ത് ലഭിക്കുമെന്നത് 100% ഉറപ്പാണ്. അവർ നമ്മെ സ്നേഹിക്കും, നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമുക്ക് റാഹത്തായ ഒരു കുടുംബ ജീവിതം ലഭിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത്തരത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. എന്താണ് ചെയ്യേണ്ടത്? മഹാന്മാർ പറഞ്ഞു തരികയാണ്, മഹബത്ത് ഉണ്ടാകാൻ ചെയ്യണം. ഇഖ്റ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഹിദത്തുൻ വ അർബഈന മറ, എത്ര തവണ? 41 തവണ. 41 തവണ ആയത്തുൽ കുർസി ഓതണം. എവിടെ ഓതേണ്ടത്? അലാ മാഇൻ ഔ ഷറാബിൻ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ കുടിക്കുന്ന എന്തെങ്കിലും സാധനത്തിൽ.
ഒന്നീ പച്ചവെള്ളമാണെങ്കിൽ അത്ര നല്ലത്. ഇനി അതല്ല, ചായയാണ് അല്ലെ ജ്യൂസാണ്, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ കുടിക്കുന്ന എന്തെങ്കിലും സംഗതി, വെള്ളം ഇപ്പൊ എല്ലാവരും കുടിക്കുമല്ലോ. ഇനി അതല്ല, അയാൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ഒരു ചായ കൊടുത്തു, ആ ചായയിൽ ഊതിയാലും മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്തു, ആ ജ്യൂസിൽ ഓതിയാലും മതി. അതിലേക്ക് എന്ത് ചെയ്യുക, 41 തവണ ആയത്തുൽ കുർസി ഓതി ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. എന്നിട്ട് വസ്കിഹി, അയാൾക്ക് കുടിക്കാൻ കൊടുക്കാം. ആർക്ക്? ആരെയാണോ നമ്മൾ മഹബത്ത് വേണം എന്ന് ഉദ്ദേശിക്കുന്ന ആള്, അയാൾക്ക് കുടിക്കാൻ കൊടുക്കുക. എത്ര തവണ ഓതണം? 41 തവണ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി സാറ മുഹിബ്ബല്ലക്ക, നിന്നോട് മഹബത്തുള്ളവനായി മാറുന്നതാണ്. ആ വ്യക്തി എന്ത് ചെയ്യും? ഇതുവരെ സ്വാറ എന്ന് ഉപയോഗിച്ച് എന്തിനാണെന്നറിയോ? ഇതുവരെ മഹബത്തില്ലാത്തായിരുന്ന ആളാണ്, ഇനിയിപ്പം അങ്ങോട്ട് എന്ത് ചെയ്യും? നിങ്ങളോട് സ്നേഹം ഉണ്ടായിത്തീരും. ഇതുവരെ എങ്ങനെയാണോ അത് പോട്ടെ അവിടെ, ഇതുവരെ എങ്ങനെയാണോ അതിപ്പോ പരിഗണിക്കൂല. സ്നേഹം ഉണ്ടോ ഇല്ലാതിരിക്കുക അത് ഓക്കെ. പക്ഷെ ഇനി മുതൽ അങ്ങോട്ട് നിന്നോട് മഹബത്തുള്ളവരായി മാറും. ആര്? നിങ്ങൾ ഈ കൊടുത്ത ഉദ്ദേശിച്ച ആള്. മഹാന്മാർ പറഞ്ഞു തരികയാണ്. അവരിങ്ങനത്തെ സംഗതികളൊക്കെ പറഞ്ഞു തരണമെങ്കിൽ വെറുതെ തൊള്ളേ തോന്നിയത് പറയൂലല്ലോ. അവർ കൃത്യമായി അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് മുജറബായ സംഗതി, അവർക്ക് പരീക്ഷിച്ച് ഉറപ്പ് കിട്ടിയ സംഗതികളാണ് അവർ കിതാബുകളിലൂടെ മുഅ്മിനീങ്ങളെ അറിയിച്ചു തരുന്നത്. അപ്പൊ അത്രയും അവർക്ക് വിശ്വാസവും ഉറപ്പും ഉള്ളത് കൊണ്ടാണ് നമുക്കത് അറിയിച്ചു തന്നത്. നമുക്കുള്ളൊരു പരിഹാരം അറിയും. ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന വിഷമമാണത്, ഇല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ ചെയ്തു നോക്കാം. ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കുടിക്കാൻ എന്തായാലും വെള്ളം ആവശ്യമുണ്ട്, അല്ലെ ചായ കുടിക്കുന്നവരുണ്ട്. ഇനി ഏതായാലും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം, അത് പറ്റുമോ? നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത്? ഇനി അതൊന്നുമില്ല, കറിയാണ്, എന്നാൽ അതിലേക്ക് എന്ത് ചെയ്യുക? പക്ഷെ കറി ആരും കുടിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യണ്ട, ഇനി കറി കുടിക്കാൻ പറ്റുന്ന കറി, മോര് കറി പോലത്തെ കറി വല്ലതും ഉണ്ടെങ്കിൽ അതിലേക്ക് ഓതി മന്ത്രിച്ചാലും മതി. എന്താണോ കുടിക്കാൻ പറ്റുന്ന സാധനം അതിലേക്ക് ഓതിയിട്ട് 41 തവണ ഓതി ഇഷ്ഫി എന്ന് മന്ത്രിച്ചിട്ട് ആ വ്യക്തിക്ക് നമ്മുടെ കൽബിലൊരു നല്ല നിയ്യത്ത് മതി, അള്ളാഹുവെ മഹബത്ത് ഉണ്ടാകാൻ. കാരണം നമ്മൾ ഹലാലായ ബന്ധമാണല്ലോ ഈ ഊട്ടി ഉറപ്പിക്കുന്നത്. ഭർത്താവിന്റെ സ്നേഹം കിട്ടുക, അല്ലെ മക്കളുടെ സ്നേഹം കിട്ടുക, ഭാര്യയുടെ സ്നേഹം കിട്ടുക എന്നുള്ളത്, അല്ലെ എന്ത് ചെയ്യാം, നമ്മുടെ കുടുംബാദികളുടെ സ്നേഹം കിട്ടുക, ഹലാലായ രൂപത്തിലുള്ള സ്നേഹങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക ഒരു പരിഗണന, ഒരു എന്താണ്, അതിലൊരു സഹായം നമുക്കുണ്ടായിത്തീരും. അതുകൊണ്ട് നല്ല നീയത്തോടു കൂടിയിട്ടാവണം നമ്മളത് ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ. തുടങ്ങി ആയത്തുൽ കുർസിക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കിതാബുകളിൽ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ കൂടുതൽ ഫളിലുകൾ കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പതിവാക്കുകയൊക്കെ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ. സങ്കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വിഷമത്തിൽ കഴിയുന്ന ആളുകൾ, തൊലാഖിന്റെ വക്കിലേക്ക് എത്തിയ ആളുകൾ, പരസ്പരം കലഹിച്ച് കഴിയുന്നവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനും അതുപോലെ തന്നെ സങ്കടങ്ങളൊക്കെ മാറാനും ആഗ്രഹിച്ചു കഴിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.